ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ വ്യക്തമായ ആദർശം എന്താണ്? പതിറ്റാണ്ടുകളായി മുസ്ലിം കേരളത്തിൽ തൗഹീദിൻ്റെ ശക്തമായ പ്രചാരണവുമായി രംഗത്തുള്ള ഇസ്ലാഹി പ്രസ്ഥാനം അതിൻ്റെ ശക്തി സ്രോതസ്സുകൾക്ക്, അതിൻ്റെ ആദർശ പ്രതിബദ്ധതയ്ക്ക് വല്ല കോട്ടവും സംഭവിച്ചിട്ടുണ്ടോ? ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ മാർഗദർശികളായ പൂർവിക നേതാക്കന്മാർ വരച്ചു കാണിച്ച ആദർശപാതയിലൂടെയുള്ള സഞ്ചാരത്തിൽ വല്ല അബദ്ധസഞ്ചാരങ്ങളും വന്നുപെട്ടിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്ന ഒരു സമ്മേളനമാണിത്. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രവും അതിൻ്റെ ദൗത്യവും ആരുടെ മുമ്പിലും മറച്ചു വെക്കപ്പെടാത്ത ഒരു തുറന്ന സത്യമാണ്. ഏതെങ്കിലും ഒരു ആളെ എന്താണ് മുജാഹിദ് പ്രസ്ഥാനം സംസാരിക്കുന്നത്, എന്താണ് അത് ആളുകളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യവുമില്ല. സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് സൃഷ്ടികളുടെ ആരാധന മുഴുവനും തിരിച്ചുവിടുക, അള്ളാഹുവിന് നൽകേണ്ട ആരാധനയും ഇബാദത്തും ഒരു തരത്തിലും സൃഷ്ടികളായ ആളുകൾക്ക് നൽകാൻ പാടില്ല. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി മനുഷ്യന് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിവുള്ളവൻ പടച്ചതമ്പുരാൻ മാത്രമാണ്. സൃഷ്ടികളുടെ ഏതെങ്കിലും അർത്ഥത്തിൽ അള്ളാഹുവിന് നൽകേണ്ട ഈ ഇബാദത്ത് അത് സൃഷ്ടികളിൽ ഏത് ആളുകൾക്ക് നൽകുകയാണെങ്കിലും, അത് ജിന്നാവട്ടെ, മലക്കാവട്ടെ, മനുഷ്യരാവട്ടെ, വിഗ്രഹങ്ങളാകട്ടെ, ജീവജാലങ്ങളാകട്ടെ, വൃക്ഷവള്ളികളാകട്ടെ, ഏതിനാണെങ്കിലും അത് ശിർക്കാണെന്നും അത് പടച്ചതമ്പുരാന് മാത്രം അവകാശപ്പെട്ടതാണെന്നുമുള്ള വളരെ സുതാര്യമായ ഒരാദർശം ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ വിശദീകരിച്ച് അതിലേക്ക് ജാതി മതഭേദമന്യേ എല്ലാ സമൂഹത്തെയും ക്ഷണിച്ച് ശക്തമായ ഒരാദർശ മുന്നേറ്റം ഈ കേരളത്തിൽ കാഴ്ചവെച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ നിർബന്ധിതമായ സാഹചര്യങ്ങളിൽ പല സംവാദങ്ങളും അതിന് നടത്തേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് സാമ്പത്തികമോ ഭൗതികവുമായ താല്പര്യങ്ങളെ മുന്നിൽ വെച്ച് അജ്ഞതയിൽ ജീവിച്ചു വളർന്നു വന്ന ഒരു വലിയ സമൂഹത്തെ അവരുടെ അജ്ഞത ചൂഷണം ചെയ്തുകൊണ്ട് ശിർക്കിലും ബിദ്അത്തിലും അവരെ തളച്ചു നിർത്തുന്ന ഒരു പുരോഹിത വർഗവുമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ പല സംവാദങ്ങളും നടന്നിട്ടുണ്ട്. ആ സംവാദങ്ങളിലൂടെയൊക്കെ മുജാഹിദ് പ്രസ്ഥാനം സ്ഥാപിക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് ഏകനായ അള്ളാഹുവിൻ്റെ ആ ഏകത്വവും അവനെ മാത്രം ആരാധിക്കാൻ പാടുള്ളൂ എന്ന സന്ദേശവും, പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണെന്നും അതുപോലെ പ്രവാചകന്റെ സുന്നത്ത് അമിതമായി പ്രാധാന്യത്തോടെ മുസ്ലിം സമൂഹം ആചരിക്കേണ്ടതാണെന്നും ആ സുന്നത്തിന് വിരുദ്ധമായി പ്രമാണങ്ങൾ ലഭിച്ചിട്ടുള്ള ആ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി യാതൊരർത്ഥത്തിലും ആ പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിക്കുകയോ അതിനെ നിഷേധിക്കുകയോ അതിനെ ഇതിൽ പുറംതിരിഞ്ഞിരിക്കുകയോ ചെയ്യാതെ എങ്ങനെയാണോ ആ പ്രമാണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്, അത് മനസ്സിലാക്കിയിട്ടുള്ള പൂർവികന്മാരായ ആളുകൾ എങ്ങനെയാണോ അത് നമുക്ക് വിശദീകരിച്ച് നൽകിയിട്ടുള്ളത്, അതെല്ലാം ഈ ഇസ്ലാമികമായ ഈ പ്രമാണങ്ങളൊക്കെ സംരക്ഷിക്കപ്പെട്ടതാണ്, സൂക്ഷിക്കപ്പെട്ടതാണ്, ദുർവ്യാഖ്യാനങ്ങൾക്ക് പഴുതില്ലാത്ത വിധം സ്പഷ്ടമായ നിലയ്ക്ക് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് ഇന്നും നമ്മുടെ മുമ്പിൽ സുരക്ഷിതമായി നിലനിൽക്കുന്നതാണ്. അങ്ങനെ സുരക്ഷിതമായി നിലനിൽക്കുന്ന ഈ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി അതിനെ നിഷേധിക്കുകയോ അതിനെ ദുർവ്യാഖ്യാനിക്കുകയോ താല്പര്യങ്ങൾക്കനുസരിച്ച് വളച്ചൊടിക്കുകയോ ചെയ്താൽ അത് വളരെ വ്യക്തമായി പിടികൂടപ്പെടുകയും അത് തിരിച്ചറിയപ്പെടുകയും
അങ്ങനെ ചെയ്തവരെ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ പരമ്പര, ആ ചരിത്രത്തിൻ്റെ ഒരാവർത്തനമാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആശയക്കുഴപ്പമുണ്ടായി എന്ന് ചില ആളുകൾ പറയുന്നു. എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള ആശയക്കുഴപ്പം? അതിൽപ്പെട്ട ചില പരിധിവിട്ട സംഘടനാ പക്ഷപാതിത്വം കൈക്കലാക്കിയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ സംഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കെട്ടിപ്പിണഞ്ഞുകൊണ്ട് ആദർശത്തിന് 2ാം സ്ഥാനം നൽകുകയും സംഘടനയ്ക്ക് 1ാം സ്ഥാനം നൽകുകയും ചെയ്തിട്ടുള്ള ആളുകൾ, സംഘടനാപരമായ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആദർശപരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മുജാഹിദുകൾക്കിടയിൽ ഒരാശയക്കുഴപ്പം കൊണ്ടുവന്നു. അങ്ങനെ ആദ്യം 2002 ഒരു പിളർപ്പ് സംഭവിച്ചപ്പോൾ അവരുടെ ആസ്തിക്യം നിലനിർത്തുന്നതിന് വേണ്ടി അവർ ഈ സമൂഹത്തിന് മുമ്പിൽ വളരെ അനാവശ്യമായി എടുത്തിട്ടുള്ള ഒരു തർക്കം, വസ്തുതകളുമായി യോജിക്കാത്ത, പ്രമാണങ്ങളുമായി യോജിക്കാത്ത സാധാരണക്കാരായ ആളുകളെ മാത്രം ലക്ഷ്യം വെച്ച് അവരെ വഴിപഴപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വെച്ച ഒരു ജിന്ന് വിവാദം, ജിന്നിൻ്റെയും സിഹിറിൻ്റെയും അതുപോലെയുള്ള ചില വിഷയങ്ങളെയും മുന്നിലെടുത്തിട്ടുകൊണ്ട് അനാവശ്യമായ ചർച്ചകൾ അവർ വലിച്ചിട്ടു. എന്നാൽ സിഹിറിനെ നിഷേധിച്ചുകൊണ്ടും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസ് വചനങ്ങളിൽ വ്യക്തമായി വന്ന സുന്നത്തുകളിൽപ്പെട്ട പല കാര്യങ്ങളെയും പുറന്തള്ളിക്കൊണ്ടും ഇവിടെയുള്ള പല ഭൗതികമായ താല്പര്യങ്ങളുടെയും പിന്നാലെ പോയ ആളുകളെ തൃപ്തിപ്പെടുത്തുന്ന വിധം അവർ മുന്നോട്ട് വെച്ച ആ കാര്യങ്ങൾ അന്ന് പ്രമാണങ്ങൾ സഹിതം മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ നേരിട്ടു. അങ്ങനെ ശക്തമായ പ്രമാണബദ്ധമായ മറുപടികൾ കൊണ്ടും സംവാദങ്ങൾ കൊണ്ടും ഖണ്ഡനമണ്ഡനങ്ങൾ കൊണ്ടും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധനകർമ്മം ശുദ്ധമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ആരോപണങ്ങൾ എടുത്തിട്ട ആളുകൾ ഉപേക്ഷിക്കുകയും അവർ രംഗത്തു നിന്ന് ഒളിച്ചോടുകയും അവരുടെ പരിപാടികളോ സമ്മേളനങ്ങളോ സംരംഭങ്ങളോ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ ചില ആളുകൾക്ക് നിൽക്കക്കള്ളിക്ക് വേണ്ടി എന്താണോ ആ മറ്റ് നേരത്തെ ഈ ഭിന്നതയുണ്ടാക്കിയ ആളുകൾ ചവച്ചു തുപ്പിയ ആ ആരോപണങ്ങളും ആ വാദങ്ങളും പൊടി തട്ടി അതിനെ മിനുക്കി അതിനെ എണ്ണയിട്ട് ഏറ്റവും സമർത്ഥമായി പുതിയ നിലക്ക് അവതരിപ്പിക്കുകയുണ്ടായത്. അതിലേറ്റവും അത്ഭുതകരമായ വസ്തുത, അന്ധവിശ്വാസത്തിനും അനാചാരത്തിലേക്കും പോകുന്നു എന്ന് ആരോപിക്കുന്ന ആളുകൾ തന്നെ മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ഏറ്റവും ശക്തമായ തൗഹീദിന്റെ രംഗത്ത് തന്നെ അവർക്ക് അബദ്ധം സംഭവിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകനായ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് മാത്രം അവകാശപ്പെട്ട കഴിവുകൾ, അവന് മാത്രം സാധിക്കുന്ന കാര്യം, അവന്റെ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ടത്, അവന്റെ നാമങ്ങളുമായി ബന്ധപ്പെട്ടത്, അവന്റെ അധികാരാവകാശങ്ങളുമായി ബന്ധപ്പെട്ടത് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്കും ഉണ്ട് എന്ന് പറയേണ്ടി വരുന്ന ഘട്ടത്തോളം കാര്യങ്ങളെത്തി. സിഹിർ ബാധിക്കും എന്ന് പറയേണ്ടി വന്നു പരസ്യമായി. എന്നാൽ നല്ല ഒരു ശതമാനം ആളുകളും കൂട്ടത്തിൽ നടക്കുന്നവർ സിഹിർ നിഷേധികളാണ്. പക്ഷെ അവരോട് പറഞ്ഞു, നിങ്ങൾ തൽക്കാലം നിങ്ങളുടെ വാദങ്ങൾ പുറത്തു പറയരുത്. ഇവിടെ പ്രമാണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, പ്രവാചകന്റെ ഹദീസുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, വിശുദ്ധ ഖുർആനിന് പ്രാധാന്യം കൊടുക്കുന്ന ഏറ്റവും ശക്തമായ ഒരു ആദർശബദ്ധമായ ഒരു സമൂഹത്തെ വളർത്തിയെടുത്ത മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിങ്ങൾ നിഷേധവുമായിട്ട് ഇറങ്ങിയാൽ നമ്മൾ പുറന്തള്ളപ്പെടും. അതുകൊണ്ട് അവരോട് നിശബ്ദരാകാൻ പറഞ്ഞു. അവർ യഥാർത്ഥത്തിൽ എന്നാൽ ഈ സംഘടനയോടൊപ്പം കൂടെ നടക്കുകയും അതിൻ്റെ കൂട്ടത്തിലും അതിൻ്റെ പ്രസംഗവേദികളിലും ഒക്കെ അവർ സജീവമായി താൽക്കാലികമായി അവർ നിഷേധിക്കുന്ന പല കാര്യങ്ങളും അവർ മറച്ചുവെച്ചു. പരസ്യമായി സമൂഹത്തിന് മുമ്പിൽ സിഹിറുണ്ടെന്നും അത് മഹാപാപങ്ങളിൽ പെട്ടതാണെന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം പരസ്യമായി പറയേണ്ടി വന്നു. പക്ഷേ ആ സിഹിർ എങ്ങനെയാണ് ബാധിക്കുന്നത്? മാരണക്കാരൻ ആർക്കെങ്കിലും സിഹിർ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ആ സിഹിർ ഫലിപ്പിക്കുന്നതിന് വേണ്ടി ആ മാരണക്കാരൻ സ്വാധീനിക്കുന്നത് ആരെയാണ്? ആര് തമ്മിലാണ് മാരണക്കാരനും പിശാചും തമ്മിലുള്ള ബന്ധങ്ങൾ എന്താണ്? അങ്ങനെ മാരണക്കാരൻ ആവശ്യമുള്ള സമയത്ത് പിശാചി ചെയ്തു കൊടുക്കുന്ന സേവനങ്ങൾ എങ്ങനെയാണ് അത് സാധ്യതമാകുന്നത്? ആ കാര്യങ്ങൾ കൊണ്ടാണ് മാരണം കടുത്ത പാപമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണുകയും മാരണക്കാരൻ സാഹിർ അവൻ പിടിക്കപ്പെട്ടാൽ വധിക്കപ്പെടേണ്ടതാണ് എന്ന മതവിധി വരികയും ചെയ്തത്. അങ്ങനെയുള്ള മാരണവും അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളും തത്വത്തിൽ അംഗീകരിക്കുകയും എന്നാൽ വസ്തുതകളെ നിഷേധിക്കുകയും ചെയ്ത ഒരു വിരോധാഭാസം വന്നു. അങ്ങനെയാണ് പിശാചിന്റെ കഴിവുകൾ അല്ലെങ്കിൽ ജിന്നിന്റെ കഴിവുകൾ അതെല്ലാം
അഭൗതികമാണെന്നും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണെന്നും പറയേണ്ടി വന്നത്. അങ്ങനെ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ സാധിക്കുന്നത് പടച്ചവന് മാത്രമേ സാധിക്കുകയുള്ളൂ. പടപ്പുകൾക്ക് ഒരു സൃഷ്ടികൾക്കും കഴിയാത്തതാണ് എന്ന ഏറ്റവും പ്രമാണബദ്ധമായ ആ അഭിപ്രായത്തെ നിഷേധിക്കുകയോ അല്ലെങ്കിൽ നിഷേധിച്ചു പോവുകയോ ചെയ്തു. ഇപ്പോൾ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് അള്ളാഹുവിന്റെ പടപ്പുകൾക്ക് അദൃശ്യവും അമാനുഷികവും അഭൗതികവുമായ കഴിവുകളുണ്ട് എന്ന് സമർത്ഥിക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് ആ വിഭാഗം എത്തിപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമേ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ, പല പ്രസംഗങ്ങളും ഒരാൾ ചെയ്യുന്ന പ്രസംഗമല്ല മറ്റേയാൾ ചെയ്യുന്നത്, ഒരാൾ ചെയ്യുന്ന പ്രസംഗത്തിന് നേരെ വിരുദ്ധമായി മറ്റേയാൾ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വിഷയങ്ങളെ സമർത്ഥിച്ചുകൊണ്ട് പ്രസംഗിച്ച ചില ആളുകൾ ചില ഭൗതിക താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് മറുകണ്ഠം ചാടുന്നു. ആ മറുകണ്ഠം ചാടി ഇന്നലെ എന്ത് അടിസ്ഥാനത്തിൽ ഖുർആൻ ഓതിക്കൊണ്ടും ഹദീസ് ഓതിക്കൊണ്ടും പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടും സമൂഹത്തിന്റെ മുമ്പിൽ ബോധവൽക്കരണം നടത്തി പ്രസംഗിച്ചിരുന്ന ചില ആളുകൾ താൽക്കാലികമായ ചില നക്കാപ്പിച്ചകൾക്ക് വേണ്ടി ആദർശത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇന്നലെ വരെയും താൻ പറഞ്ഞിട്ടുള്ള വാദഗതികൾക്ക് വിരുദ്ധമായി സമൂഹത്തിന്റെ മുമ്പിൽ വഷളാകുന്ന, ജാള്യരാകുന്ന, ഇളിഭ്യരാകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, എന്നാൽ എന്നും അന്നും ഇന്നും എക്കാലത്തും മുജാഹിദ് പ്രസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും, ആ വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും മനസ്സിലാക്കി നമുക്ക് പഠിപ്പിച്ചു തന്ന പൂർവികരായ പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ നിലപാടുകൾക്കും അനുയോജ്യമായി ഇസ്ലാമിക പ്രബോധനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വിഭാഗം ഏറ്റവും ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നോക്കിക്കാണാവുന്നതാണ്. യുവാക്കളുടേതാകട്ടെ, വിദ്യാർത്ഥികളുടേതാകട്ടെ, പണ്ഡിതന്മാരുടേതാകട്ടെ, മധ്യവയസ്കന്മാരുടേതാകട്ടെ, പ്രായം ചെന്നവരുടേതാകട്ടെ, ഒരുപക്ഷെ സാങ്കേതികമായി മഹല്ലുകളിലോ അല്ലെങ്കിൽ പള്ളികളിലോ ആ സ്ഥാപനങ്ങളിലോ ഒരു വലിയ അധികാരവും താക്കോലും ഒക്കെ കൈയടക്കി വെച്ച ആളുകൾ പല ഭീഷണികളും മുഴക്കുന്നുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് ഈ ആദർശം, അതിന്റെ അടിസ്ഥാനപരമായ ഈ ആദർശം മനുഷ്യ സമൂഹത്തിന് മുമ്പിൽ പ്രമാണങ്ങൾ സഹിതം അവതരിപ്പിച്ചാൽ അത് അംഗീകരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ ഓരോ ദിവസവും ഈ രംഗത്ത് അണിനിരന്നുകൊണ്ടിരിക്കുകയാണ്. അത് വിദ്യാർത്ഥികളുടെ കൂട്ടത്തിലാവട്ടെ, യുവജനങ്ങളുടെ കൂട്ടത്തിലാവട്ടെ, എവിടെ നോക്കിയാലും ഏറ്റവും ശക്തമായ മുന്നേറ്റമാണെന്ന് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വളരെ പ്രഗത്ഭമായ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് എന്താണ് നമ്മുടെ ആദർശം, ആ ആദർശത്തിൽ എന്താണ്, ആരാണ് വെള്ളം ചേർത്തത്, എവിടെയാണ് അബദ്ധങ്ങൾ സംഭവിച്ചത്, വളരെ നിർബന്ധിതമായ സാഹചര്യത്തിൽ നമ്മൾ ഏർപ്പെട്ട സംവാദങ്ങൾ, അതിന്റെ പരിണിതി എന്തായിരുന്നു, ആ സംവാദങ്ങളിലൂടെ എന്തൊരു നേട്ടമാണ് നമ്മുടെ ആദർശ പ്രബോധന രംഗത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്നെല്ലാം വിശദീകരിക്കുന്ന ഒരുപാട് വിലപ്പെട്ട പ്രഭാഷണങ്ങൾ ഇവിടെ കടന്നു വരാനുണ്ട്. അതെല്ലാം സശ്രദ്ധമായി ശ്രദ്ധിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ ആദർശപരമായ മുന്നേറ്റത്തിൽ അതിന്റെ സമ്പത്ത് കൊണ്ടും അതുപോലെ തന്നെ ആരോഗ്യം കൊണ്ടും ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടും എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ സേവനങ്ങൾ അർപ്പിച്ച് ഈ ആദർശ പ്രസ്ഥാനത്തിന് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദിഹി ഹുജ്തബാക്കും. ഒരുപാട് ആളുകൾ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഈ സത്യത്തിന്റെ വിരുദ്ധമായി നീങ്ങിയ ഘട്ടത്തിൽ ഈ ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തൻ്റെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ, തൻ്റെ നാട്ടിലുള്ള പ്രശ്നങ്ങൾ, തൻ്റെ മഹലിലുള്ള പ്രശ്നങ്ങൾ, തൻ്റെ ജോലിയിലുള്ള പ്രശ്നങ്ങൾ, തൻ്റെ സാമൂഹിക ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ആദർശത്തിന്റെ മുമ്പിൽ വിലയിരുത്തി ആദർശത്തിന് വില കൊടുക്കുകയും ആ ആദർശത്തിന് രംഗത്ത് മുന്നോട്ട് പോകാൻ ദൃഢനിശ്ചയം ചെയ്തിട്ടുള്ള പ്രവർത്തകന്മാർ, അവരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ മുറപ്രകാരം സമരം ചെയ്യുവാനാണ് പടച്ചതമ്പുരാൻ പറയുന്നത്. അതിനായി നിങ്ങളെ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു. പല ആളുകളും ഈ ദൗത്യത്തിൽ നിന്ന് തെറ്റിപ്പോയി, പല ആളുകളും ഈ ദൗത്യത്തിൽ വെള്ളം ചേർത്തു, പല ആളുകളും അവർ നിർവഹിക്കേണ്ട ആ അടിസ്ഥാനപരമായ അവിടെ കടമകൾ വിസ്മരിച്ചു. അപ്പോൾ ഇതാ ഞങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞങ്ങൾ എടുത്തിട്ടുള്ള ഞങ്ങളുടെ ദൗത്യം, ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഞങ്ങളുടെ പ്രതിജ്ഞ, അത് ഫലവത്തായി ഇവിടെ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഞങ്ങൾ മുന്നേറുകയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായി. ആ സമൂഹം ഇതാ എല്ലായിടത്തും ജനങ്ങളുടെ മുമ്പിൽ വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ എന്താണ് ദീന് എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിലേക്ക് അതിനു വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ എന്ന നിലക്ക് നിങ്ങളുടെ ലളിതമായ, സുതാര്യമായ, പ്രയാസങ്ങളില്ലാത്ത, എല്ലാവർക്കും അനുഷ്ഠിക്കാവുന്ന വളരെ ലളിതമായ ഈ മതം എല്ലാ സമൂഹത്തിന് മുമ്പിലും അത് വിശദീകരിച്ചു കൊടുക്കേണ്ട, പ്രബോധനം ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട്. അതിന് നിങ്ങളെ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇബ്രാഹിം. പ്രതിസന്ധി, പ്രയാസ ഘട്ടങ്ങളിൽ പിതാവിന്റെയും കുടുംബത്തിന്റെയും നാട്ടിന്റെയും അധികാരവർഗത്തിന്റെയും ശക്തമായ പ്രതിലോമ പ്രവർത്തനങ്ങൾക്ക് മുമ്പിലും പിടിച്ചു നിന്ന്
എല്ലാവിധത്തിലുള്ള അഗ്നിപരീക്ഷകൾക്കും മുമ്പിൽ വിജയിച്ച് ഈ തൗഹീദിനെ അതിൻ്റെ ലോകത്ത് മുഴുവൻ സ്മരിക്കപ്പെടുന്ന പ്രപഞ്ചനാഥന്റെ ഖലീലായി അംഗീകരിക്കപ്പെട്ട മാനവ സമുദായത്തിന് മാതൃകയാണെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച ഏറ്റവും അത്യുന്നതമായ ഒരു മാതൃകാ പുരുഷനായി ഈ ലോകത്തിന്റെ മുമ്പിൽ, മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ ഉയർത്തി കാണിക്കപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ത്യാഗോജ്വലമായ പ്രബോധന പ്രവർത്തനങ്ങൾ, അതാണ് നമുക്ക് ആവേശം പകരേണ്ടത്, അതാണ് നമുക്ക് മാതൃകയാകേണ്ടത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ലഖദ് കാന ലക്കും ഉസ്വത്തുൻ ഹസന ഫീ ഇബ്രാഹിമ വല്ലദീന മഅഹു. ഇബ്രാഹിം നബിയിലും അതേ പ്രകാരം അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ച ആളുകളിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് ഖുർആൻ പറയുന്നത്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്താണിത്. അതുകൊണ്ട് സഹോദരന്മാരെ, ക്ഷമ അവലംബിച്ചും കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയും വിവേകത്തോടെയും സതുപദേശത്തോടെയും സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങിയാൽ നമുക്ക് ആളുകൾക്ക് കാര്യം പറഞ്ഞു കൊടുക്കാൻ പ്രയാസമില്ല. ആ നിലക്കുള്ള ആദർശ മുന്നേറ്റത്തിൽ എല്ലാവരുടെയും സഹകരണം പൂർവോപരി ശക്തമായി ആവശ്യപ്പെട്ടുകൊണ്ടും അതുണ്ടാകുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടും ഈ സമ്മേളനം, ഈ ആദർശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക. നമുക്കൊക്കെ പരിചയമുള്ള കേരളത്തിലെ ഒട്ടേറെ പ്രദേശങ്ങളിൽ ഇന്ന് എന്തുകൊണ്ട് സലഫി പ്രവർത്തകരുടെ കൂട്ടായ്മകളും സ്ഥാപനങ്ങളും ഉണ്ടായി തലമുറകളെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നു എന്നതിൻ്റെ ഉത്തരം ശക്തമായ ദഅ്വാ പ്രവർത്തനങ്ങളാണ്. ആ ദഅ്വാ പ്രവർത്തനങ്ങൾക്ക് ഇടക്ക് ചില ഘട്ടങ്ങളിൽ അനിവാര്യമായി സംവാദങ്ങൾ വേണ്ടിവരും. സത്യം നമ്മുടെ ഭാഗത്താണ് എന്ന് വ്യക്തമാക്കാൻ ഒരു സംവാദം അനിവാര്യമാണെന്ന് വന്നാൽ ആ സംവാദത്തിന് നാം ഒരിക്കലും മടിച്ചു നിൽക്കാറില്ല. എന്നാൽ ഈ ശക്തമായ ദഅ്വാ പ്രവർത്തനങ്ങളും ഖണ്ഡന മണ്ഡലങ്ങളും ഇതൊന്നും യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്ന ഒരു ചിന്ത ആസൂത്രിതമായി തന്നെ നയരേഖയിലൂടെ വിവിധ പ്രവർത്തനങ്ങളിലൂടെ ഈ പ്രസ്ഥാനത്തിനകത്ത് കൊണ്ടുവരാൻ ഏകദേശം 10-15 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വളരെ ഗൂഢമായ ചില നീക്കങ്ങൾ നടന്നു എന്ന് പിന്നീട് നമുക്ക് വ്യക്തമാവുകയാണ്. അത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ യുവഘടകമായ ISM-ലൂടെ ഖണ്ഡന മണ്ഡന മുക്തമായ ഒരു പ്രബോധന ശൈലിയാണ് നമുക്ക് വേണ്ടത് എന്നും ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളാണ് ഖണ്ഡന മണ്ഡനങ്ങൾക്ക് മുക്തമാകുമ്പോൾ അവിടെ പുനഃസ്ഥാപിക്കേണ്ടത് എന്നുമുള്ള അപകടം പിടിച്ച വാദം ഇതിന്റെ ഉള്ളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും 90കളിൽ തന്നെ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ വളണ്ടിയർ കോർ എന്ന് പറയുന്ന ഒരു സംവിധാനം, പിന്നീട് കേരള ജംഇയ്യത്തുൽ ഉലമ ആദർശപരവും സംഘടനാപരവുമായ വ്യതിയാനങ്ങൾക്ക് കാരണമായി എന്ന് പറഞ്ഞ് അതിന് നേതൃത്വം കൊടുത്തവരെ കൊണ്ടുപോലും ഒപ്പിടിക്കേണ്ടി വന്ന ആ വളണ്ടിയർ കോർ സംവിധാനത്തെ ഇതിനുവേണ്ടി ഉപയോഗപ്പെടുത്തി. ഈ ആശയം പിടിച്ചെടുക്കുന്നതിനും ഈ ആശയം പ്രസ്ഥാനത്തിന്റെ നയമാക്കി മാറ്റുന്നതിനും വേണ്ടി ഗൂഢമായ പ്രവർത്തനങ്ങൾ 1993 18/10/93 ഈ ജില്ലയിലെ മേപ്പയ്യൂരിൽ ബഹുമാന്യനായ KP മുഹമ്മദ് മൗലവി ജീവിച്ചിരിക്കെ ഒരു ഗ്രൂപ്പ് യോഗം സംഘടിപ്പിക്കുകയും പ്രസ്ഥാനത്തെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്തു. അതോടൊപ്പം ആ പ്രവർത്തനങ്ങൾ അഥവാ വിജയിക്കാതെ പോയാൽ എന്ന ദുഷ്ടലാക്കോടുകൂടിയുള്ള ഒരു ദീർഘദൃഷ്ടിയുടെ ഭാഗമായി 1999 നദ്വത്തുൽ മുജാഹിദീൻ കേരള NMK എന്ന ഒരു സംഘടന രഹസ്യമായി ഗൂഢമായി വ്യാജമായി രജിസ്റ്റർ ചെയ്യപ്പെടുകയും 2000 ഒരു യുവഘടകവും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരോ പ്രവർത്തകരോ സ്വന്തം അണികൾ പോലുമോ അറിയാതെ രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്തു. ഇങ്ങനെ വ്യതിയാന പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്തും അതിനുവേണ്ടി സംഘടനയെ പിടിച്ചെടുക്കുന്നത് മറുഭാഗത്തും നടന്നുകൊണ്ടിരിക്കെ സ്വാഭാവികമായും മഹാനായ ഉമർ മൗലവിയെ പോലെയുള്ള പണ്ഡിതന്മാർ ആ വ്യതിയാന പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായി അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ശക്തമായി ഇവിടെ പോരാടുകയുണ്ടായി. സംസാരങ്ങളിലും എഴുത്തുകളിലുമെല്ലാം അതുണ്ടായി. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത അതാണ്, ആദർശമാണ് അതിന് വലുത്. അതുകൊണ്ട് ആദർശത്തിനെതിരെ എന്തു വന്നാലും അതിശക്തമായ പ്രതികരണങ്ങൾ മുജാഹിദുകളിൽ നിന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുമ്പിൽ ഈ ആദർശ വ്യതിയാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചക്കെടുക്കുന്ന അവസ്ഥയുണ്ടായി. അതിന്റെ ഭാഗമായി വ്യതിയാനം ഉണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ ഇരുഭാഗവും 2 വീതം പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും പിന്നീട് 4 മണിക്കൂർ അടച്ചിട്ട റൂമിൽ വെച്ച് ആദർശ വ്യതിയാനം സംബന്ധിച്ച് ഇരുഭാഗത്തുള്ള പണ്ഡിതന്മാർ ജംഇയ്യത്തുൽ ഉലമയുടെ മറ്റു പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തുകയും
ജമിയത്തുലമയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു മീറ്റിംഗിൽ 2001 ജൂൺ 4-ാം തീയതി 18ഓളം തീരുമാനങ്ങൾ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ എടുക്കുകയും ചെയ്തു. ആ തീരുമാനങ്ങളിൽ മുഴുവനും വ്യതിയാനവുമായി പിന്നീട് പോയ ആളുകൾ ഒപ്പുവെച്ചെങ്കിലും അവിടെ വെച്ച് ഒപ്പുവെച്ച് ഇസ്ലാഹി കേരളത്തിന് അതിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി സമ്മാനിച്ച ആ രേഖക്ക് വിരുദ്ധമായി വ്യാജമായ പ്രവർത്തനങ്ങൾ നേരത്തെ തുടങ്ങിയതിന്റെ ഭാഗമായി 180ഓളം പേജുള്ള നീലപുസ്തകം എന്ന പേരിൽ അറിയപ്പെടുന്ന കുപ്രസിദ്ധമായ പുസ്തകവും പിന്നീട് പേര് വെച്ചുകൊണ്ട് MI മുഹമ്മദ് അലി സുല്ലമി ചുവന്ന കളറിൽ അതിന്റെ ആശയങ്ങൾ തന്നെ ഇവിടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ സംഘടനാപരമായി ഒരു നിലപാടെടുക്കേണ്ടി വരികയും വ്യതിയാന പ്രവർത്തനങ്ങൾക്കും ഈ പുസ്തകങ്ങളുമൊക്കെ വിതരണം ചെയ്യാൻ ഉപയോഗിച്ച യുവജന വിഭാഗത്തിന്റെ കൗൺസിലും അതേപോലെ തന്നെ അതിന്റെ ആസ്ഥാനം അതിന് ഉപയോഗിച്ചുവെന്ന് അടക്കം വ്യക്തമായതിന്റെ പേരിൽ ISMന്റെ 35 ആളുകൾക്കെതിരെ 6 മാസക്കാലത്തേക്ക് അവരുടെ നിലപാട് നോക്കി വേണ്ടത് ചെയ്യാം എന്ന കണ്ടീഷനോടുകൂടി 35 ആളുകളെ മാറ്റി നിർത്തിയപ്പോൾ കേരള നേതൃത്വത്തിൽ മുജാഹിദിനെ തന്നെ മൊത്തം പിരിച്ചുവിട്ടുകൊണ്ട് പുതിയ ഒരു കമ്മിറ്റിയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ പിളർക്കാനുള്ള ശ്രമം നടക്കുകയായിരുന്നു. ഈ സന്ദർഭത്തിൽ ഇസ്ലാഹി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ, പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ അന്ന് തുടക്കം കുറിച്ച ആരോപണമാണ് അന്ധവിശ്വാസ ആരോപണം. ഇതിന്റെ തുടക്കം അവിടെ നിന്നാണ്. ബഹുമാന്യനായ ഹുസൈൻ മടവൂരിന്റെ പ്രസ്താവന ഒരുപക്ഷെ കാരണവന്മാർ പോലും അന്ന് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടാകും. ദേശാഭിമാനിക്ക് പ്രത്യേകമായ ഇന്റർവ്യൂ നൽകിക്കൊണ്ട് ജിന്നും സിഹറുമൊക്കെയായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അന്ധവിശ്വാസത്തിലേക്കാണ് AP-യും TP-യും അടക്കമുള്ള KNM നേതൃത്വം കൊണ്ടുപോകുന്നത്. അതിനെ എതിർക്കുന്നവരാണ് ഞങ്ങൾ, അതാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പത്രങ്ങൾക്ക് മാത്രമല്ല 2002 ആഗസ്റ്റ് 23-ാം തീയതി ഷബാബ് എഴുതി, മൻഹജുവാദം പിശാച് സേവയിലേക്ക് കൂപ്പുകുത്തുന്നതിന് നാം മാപ്പുസാക്ഷികളായി. ശിർക്കാരോപണത്തിന്റെ ഔദ്യോഗികമായ രേഖയാണ് 2012-ലല്ല 2002 ആഗസ്റ്റ് 23-നാണ് ശിർക്കാരോപണം നടത്തുന്നത്. ഇങ്ങനെ അന്ധവിശ്വാസ ആരോപണം, അതിൽ തന്നെ ഗൗരവപരമായ ശിർക്കാരോപണം 2002-ൽ തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നർത്ഥം. ഇങ്ങനെ ഈ വ്യതിയാനങ്ങൾ എവിടെ വരെ എത്തി എന്നറിയുമോ? ആ വ്യതിയാനങ്ങൾ തൗഹീദിന്റെ വിഷയത്തിൽ വരെ എത്തി. 18 തീരുമാനങ്ങൾ 2001 ജൂൺ 4-ന്റെ 18 തീരുമാനങ്ങളിൽ അസ്മാഉ വസ്സിഫാത്തുമായി ബന്ധപ്പെട്ട് തൗഹീദിന്റെ വിഷയത്തിലുള്ള വ്യതിയാനം എടുത്തു പറയുകയും തിരുത്തേണ്ടതാണെന്ന് പറയുകയും തിരുത്തിക്കൊള്ളാമെന്ന് പറയുകയും ശേഷം അത് വീണ്ടും ന്യായീകരിക്കുകയും ചെയ്തത് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. ഈ പ്രവർത്തനങ്ങൾ അവിടെ നമുക്ക് മുഴച്ചു നിൽക്കുന്ന ഒരു പണ്ഡിതനാണ് ബഹുമാന്യനായ അബ്ദുസ്സലാം സുല്ലമി. അദ്ദേഹം ജാമിയയിലെ അധ്യാപകനായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ചില ഒറ്റപ്പെട്ട തെറ്റായ വാദങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അപ്പോൾ തന്നെ ഓരോ സന്ദർഭത്തിലും ശക്തമായ എതിർപ്പ്. സിഹർ വിഷയത്തിൽ ജമിയത്തുലമയുടെ മീറ്റിംഗിൽ പോലും അദ്ദേഹത്തിന്റെ വാദം ഒറ്റപ്പെട്ടു പോയി. മറ്റൊരു പണ്ഡിതനെ വെച്ചുകൊണ്ട് അവതരിപ്പിച്ചപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന്റെ വാദങ്ങൾ അന്നു മുതൽ തന്നെ ഏത് തെറ്റായ വാദങ്ങൾ വരുന്നുണ്ടോ അപ്പോൾ തന്നെ അതിന് ശക്തമായ മറുപടികൾ നൽകിയിട്ടുണ്ട്. എന്നാൽ 2002-ൽ ഈ പ്രസ്ഥാനത്തെ പിളർക്കാൻ ശ്രമിച്ചുകൊണ്ട് പുറത്തേക്ക് പോയ ആളുകൾ പിന്നീട് നമ്മൾ കാണുന്നത് അവരുണ്ടാക്കിയ സമാന്തര സംഘടനയുടെ സംസ്ഥാന തലത്തിൽ ഒരു പണ്ഡിത സംഘടന വരുമ്പോൾ അതിന്റെ ഭാരവാഹിയായി അബ്ദുസ്സലാം സുല്ലമി തെരഞ്ഞെടുക്കപ്പെട്ട വിവരം നാം വായിക്കുകയാണ്. പിന്നീട് അടുത്ത പുനഃസംഘടനയിൽ പിന്നീട് കാണുന്നത് അതിന്റെ ഉപദേശക സമിതി എന്ന് പറയുന്ന പണ്ഡിതന്മാർക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന സ്ഥാനത്തേക്ക് അബ്ദുസ്സലാം സുല്ലമിയെ ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പലതരത്തിലുള്ള വാദങ്ങൾ നമുക്കറിയാം. അതിലേറ്റവും അപകടം പിടിച്ച വാദം എന്ന് പറയുന്നത് തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. തൗഹീദിന്റെ വിഷയത്തിൽ ശക്തമായ അബദ്ധമാണ് അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ തന്നെ വ്യക്തമായി നമുക്ക് കാണാം. തൗഹീദും നവയാഥാസ്ഥിതികരുടെ വ്യതിയാനവും എന്ന പേരിൽ അദ്ദേഹം ഇറക്കിയിട്ടുള്ള പുസ്തകത്തിന്റെ 1-ാമത്തെ അതിന്റെ പേജിൽ തന്നെ ആദ്യ വരികളിൽ തന്നെ നമുക്കത് കാണാൻ പറ്റും. അദൃശ്യവും അഭൗതികവുമായ മാർഗത്തിലൂടെ അള്ളാഹുവിന് മാത്രമേ നമ്മെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ വിശ്വാസം ഇസ്ലാം പ്രബോധനം ചെയ്യുന്ന ഏകദൈവ വിശ്വാസത്തിന്റെ പ്രധാന ഭാഗമാണ്. അടുത്തത് കേൾക്കുക. മലക്കുകൾക്കും ജിന്നുകൾക്കും
നമ്മെ സഹായിക്കാൻ സാധിക്കുമെന്ന് വല്ലവനും വിശ്വസിച്ചാൽ അവന്റെ വിശ്വാസത്തിൽ ശിർക്കും കുഫറും സംഭവിക്കുന്നു. ജിന്നുകളും മലക്കുകളും നമ്മെ സഹായിക്കുമെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ മതി, അതോടുകൂടി നമ്മുടെ വിശ്വാസത്തിൽ ശിർക്കും കുഫറും സംഭവിക്കുന്നു. ഇവിടെയാണ് ജിന്നിനെയും മലക്കിനെയും അദ്ദേഹം അഭൗതികമാക്കി മാറ്റുകയാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലുള്ള തൗഹീദ് ഇവിടെ പൊളിച്ചെഴുതാൻ ശ്രമിക്കുകയാണ്. എന്താണ് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. കുഞ്ഞീദ് മദനി ഇസ്ലാമിന്റെ ജീവൻ എന്ന പുസ്തകത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചത്, എന്നാൽ അഭൗതികമായ മാർഗത്തിൽ ഗുണവും ദോഷവും വരുത്താനുള്ള കഴിവ് ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമേയുള്ളൂ. അവന്റെ പടപ്പുകൾക്കാർക്കും ആ കഴിവില്ല എന്ന് വളരെ വ്യക്തമായി, അഭൗതികമായത് അള്ളാഹു മാത്രമാണ് എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഇതിൽ നിന്നുള്ള വ്യതിയാനമാണ്. അതുകൊണ്ടാണല്ലോ ബദറിൽ മലക്കുകൾ ഇറങ്ങി എന്ന് അദ്ദേഹം നിഷേധിച്ചു. കാരണം ബദറിൽ മലക്കുകൾ ഇറങ്ങി എന്ന് സമ്മതിച്ചാൽ മലക്കുകളെ കൊണ്ട് സഹായം വന്നു എന്നായി. അതുകൊണ്ട് അദ്ദേഹം അത് ദുർവ്യാഖ്യാനിക്കുന്നു, നിഷേധിക്കുന്നു. ബഹുമാന്യനായ എ.പി. അബ്ദുൽ ഖാദർ മൗലവിയുടെ എനീഷൻ എടുത്തുകൊണ്ട്, അദ്ദേഹത്തിന്റെ പേരിന്റെ അവസാന ഭാഗം എടുത്തുകൊണ്ട് സെൻസിങ്ങിന് ഇന്റർവ്യൂ കൊടുത്തു. മൗലവി വിഭാഗക്കാർ മുശ്രിക്കുകൾ 2007. എന്താ കാരണം? സിഹറിന്റെ പിന്നിൽ പിശാജാണ്. പിശാജ് ഉപദ്രവിക്കുമെന്ന് വന്നാൽ അത് ശിർക്കാണ്. നേരത്തെ ഇവിടെ കേട്ടതുപോലെ മുഹമ്മദ് അമാനി മൗലവി അടക്കമുള്ള നമ്മുടെ കഴിഞ്ഞകാല പണ്ഡിതന്മാരും അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരും ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യത്തിൽ നിന്ന് തൗഹീദിന്റെ കാര്യത്തിൽ വ്യക്തമായ വ്യതിയാനം വന്നപ്പോൾ അതിനുവേണ്ടി സിഹറിനെ നിഷേധിക്കേണ്ടി വന്നു, അതിനുവേണ്ടി കണ്ണേറിനെ നിഷേധിക്കേണ്ടി വന്നു, ഹദീസിനെ നിഷേധിക്കേണ്ടി വന്നു. 1960-കളിൽ എഴുതപ്പെട്ട മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ നേരത്തെ ഇവിടെ സിഹറിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതേ സൂറത്തുൽ ഫലക്കിന്റെ വ്യാഖ്യാനത്തിൽ കണ്ണേറുമായി ബന്ധപ്പെട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്, ആ പ്രാർത്ഥന അങ്ങനെ തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സിഹർ ചെയ്യരുത്, ചെയ്യിപ്പിക്കരുത്, പകരം ചെയ്യരുത്. കണ്ണേറുമായി ബന്ധപ്പെട്ട ഒരു അന്ധവിശ്വാസവും വൃത്തികെട്ട സാധനങ്ങൾ എടുത്തു വെക്കുക, കോങ്കണ്ണ നോക്കല്ലേ, അങ്ങനെയുള്ള വൃത്തികേടുകൾ ഒന്നും എഴുതി വെക്കാനും പ്രവർത്തിക്കാനും നമുക്ക് പാടില്ല. എന്നാൽ കണ്ണേറ് തന്നെ ഇല്ല എന്ന് പറയരുത്, സിഹർ ഇല്ല എന്ന് പറയരുത്, ജിന്നുബാധ ഇല്ല എന്ന് പറയരുത്. പ്രമാണങ്ങൾ കൃത്യമായി നമുക്കത് പഠിപ്പിച്ചു തരികയാണ്. എന്നാൽ പടച്ച തൗഹീദ് മനസ്സിലുണ്ട് എന്ന് മാത്രമല്ല, അത് പുസ്തകമാക്കി ജനങ്ങളെ പഠിപ്പിക്കുന്ന അവസ്ഥയിലെത്തിയപ്പോൾ അതിനുവേണ്ടി ബദറിൽ മലക്കുകൾ ഇറങ്ങി എന്ന കാര്യം നന്ദി സംവാദത്തിന്റെ വ്യവസ്ഥയിൽ മറുഭാഗം സ്തംഭിച്ചു പോയ രംഗം സീഡി കാണുമ്പോൾ നമുക്ക് കാണാം. അബ്ദുസ്സലാം സുലമി അങ്ങനെ എഴുതിയിട്ടില്ലെന്ന് പറയാൻ അവർക്ക് അവിടെ സാധിച്ചില്ല. അതുകൊണ്ട് ഇതിന്റെ ഭാഗമായി ഒട്ടേറെ ഹദീസുകൾ നിഷേധിച്ചു. നമുക്ക് പരിചയമുള്ള കാര്യമാണ്. സംവാദ സീഡികൾ കാണുമ്പോൾ നമുക്കത് ബോധ്യമാകും. സംസം വെള്ളത്തിന്റെ ശ്രേഷ്ഠത പറയുന്ന, ഹജറുൽ അസ്വദിന്റെ ശ്രേഷ്ഠത പറയുന്ന, അതേപോലെ തന്നെ ഈച്ചയുടെ ഹദീസ്, അജുവ കാരക്കയുടെ പ്രത്യേകത, ചന്ദ്രൻ പിറന്ന സംഭവം, സിറാത്ത് പാലം, മാസപ്പറയുമായി ബന്ധപ്പെട്ട വിഷയം, ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം, ദജ്ജാലിനെ നിഷേധിക്കുക, ഇങ്ങനെ ഒട്ടേറെ വിശ്വാസപരമായ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിഷേധിച്ചതിന്റെ രേഖ കേരളം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ നിഷേധത്തിലേക്ക് പോയി എന്ന് മാത്രമല്ല, വളർന്നു വരുന്ന തലമുറ ബഹുമാന്യനായ അബ്ദുസ്സലാം സുല്ലമിയിലൂടെ വന്ന ഈ പടച്ചവാദം വായിക്കുകയും പഠിക്കുകയും എന്നിട്ട് അവർ വളർത്തിക്കൊണ്ടുവന്ന യുവജന വിഭാഗം, അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് വരെ ഇത് വായിച്ചും പഠിച്ചും മനസ്സിലാക്കിയും അവസാനം എഴുതി ചേകനൂർ മൗലവി എന്ന് പറയുന്നത് നവോത്ഥാന നായകനാകുന്നു. അഥവാ 1969 വണ്ടൂരിലെ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് ചേകനോട് വാദപ്രതിവാദം നടത്തിയത് ശരിയായില്ല എന്ന് പറയാതെ പറയുന്ന രൂപത്തിൽ അദ്ദേഹം മുജാഹിദ് നേതാവായി അംഗീകരിക്കപ്പെടേണ്ട ആളാണ് എന്ന് മടവൂർ വിഭാഗത്തിന്റെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ എഴുതിയതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നാം പ്രതീക്ഷിച്ചു അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് പറയും, അല്ലെങ്കിൽ തെറ്റാണെന്ന് പറയും. നന്ദി സംവാദത്തിൽ മിനിറ്റുകളോളം എടുത്ത് സഹോദരങ്ങളെ വേദനയോടുകൂടി പറയട്ടെ, ന്യായീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വ്യതിയാനത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിയ സന്ദർഭത്തിൽ കഴിഞ്ഞ 10 വർഷങ്ങൾ
ജംഇയ്യത്തുൽ ഉലമയുടെ പ്രമാണബദ്ധമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളീയ സമൂഹത്തെ നാം വിഷയങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു വരികയായിരുന്നു. ഈ വിഷയങ്ങൾ പ്രമാണങ്ങൾ ജനങ്ങളിലേക്ക് കൊടുത്തപ്പോൾ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ഉള്ളിലുള്ള ഈ വിഷയങ്ങൾ കൃത്യമായി ബോധ്യമാകാത്തവരും നിഷേധ സ്വഭാവമുള്ള ആളുകളും അവർക്കടങ്ങിയിരിക്കാൻ സാധിച്ചില്ല. അവരുടെ നിഷേധങ്ങൾ അവർ പറയാൻ തുടങ്ങി. ഇത് അന്ധവിശ്വാസമല്ലേ? അപ്പുറത്തുനിന്ന് പറഞ്ഞ അതേ വർത്തമാനം, 2002 കേട്ട അതേ വർത്തമാനം, ഉള്ളിൽ നിന്നും സിഹറുണ്ടെന്നോ അത് അന്ധവിശ്വാസമല്ലേ? കണ്ണേറുണ്ടെന്നോ അത് അന്ധവിശ്വാസമല്ലേ എന്ന് ഇതിന്റെ ഉള്ളിൽ നിന്നും നിഷേധ സ്വഭാവമുള്ള ആളുകൾ പറയാൻ തുടങ്ങി. അതോടൊപ്പം മടവൂർ വിഭാഗത്തിന്റെ ആശയം തലയിൽ കയറ്റിക്കൊണ്ട് ഇതിന്റെ ഉള്ളിൽ ആസൂത്രിതമായി ചാരനെ ഏർപ്പാട് ചെയ്തു. ആ ചാരൻ ഒരു പുസ്തകമിറക്കി പെട്ടെന്ന് വിറ്റഴിക്കപ്പെടുകയാണ്. മാത്രമല്ല വീണ്ടും അത് 2ാം എഡിഷനായി ഇറക്കിയപ്പോൾ ഇതിന്റെ ഉള്ളിലുള്ള ആ ചാരന്റെ പുസ്തകത്തെ കുറിച്ച് വിശദീകരിക്കുന്നതും അത് വായിക്കണമെന്ന് പറയുന്നതും ശബാബാണ് സഹോദരങ്ങളെ. ഇതിന്റെ ഉള്ളിൽ ചാരനെ നിശ്ചയിച്ചു. പക്ഷേ 2002 മുതൽ ഈ പ്രസ്ഥാനത്തിന്റെ ആദർശം നെഞ്ചിലേറ്റാനേറ്റപ്പെട്ട വിദ്യാർത്ഥി സമൂഹവും അതേപോലെ തന്നെ യുവജന സമൂഹവും, ആ യുവജന സമൂഹം ആ ചാരൻ വന്ന യൂണിറ്റ് മുതൽ അദ്ദേഹത്തെ കയ്യോടെ പിടിച്ച് ജംഇയ്യത്തുൽ ഉലമക്ക് ഹാജരാക്കി. 28/10/2011 നിലമ്പൂരിൽ വെച്ച് ജംഇയ്യത്തുൽ ഉലമ പ്രഖ്യാപിച്ചു. അന്ന് നീല പുസ്തകമായിരുന്നുവെങ്കിൽ ഇപ്പോൾ മഞ്ഞ പുസ്തകമാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് ആ ചാരനെ ജംഇയ്യത്തുൽ ഉലമ കേൾപ്പിച്ചുകൊണ്ട് യുവജന വിഭാഗത്തെ ഏൽപ്പിച്ച അമാനത്ത് കൃത്യമായി നിർവഹിക്കുകയായിരുന്നു. എന്നാൽ ഇതിന്റെ ഉള്ളിൽ CD ടവറിൽ പോലും ഈ പുസ്തകം വിതരണം ചെയ്യാൻ സംസ്ഥാന കൗൺസിലിൽ പോലും കട്ട് ചെയ്ത് മടവൂർ വിഭാഗം ഉണ്ടാക്കി ഉപയോഗിച്ച് തള്ളിയ CD-കൾ നമ്മുടെ ബഹുമാന്യരായ പണ്ഡിതന്മാർക്കെതിരെ വിതരണം ചെയ്യുന്ന അവസ്ഥ സംസ്ഥാന കൗൺസിലിൽ പോലും ഉണ്ടായി എങ്കിൽ സഹോദരങ്ങളെ, അവിടെയുള്ള വാദം ഇതിന്റെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. അത് കടന്നു വന്നതിന്റെ ഭാഗമായി പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ്? അതിനനുസരിച്ച് ഈ സന്ദർഭത്തിൽ ചില സംഘടനാപരമായ താല്പര്യങ്ങൾ, നേതൃമോഹത്തിന്റെ താല്പര്യങ്ങൾ, അത്തരം താല്പര്യമുള്ള ആളുകൾ ഈ ആളുകളെ കൂട്ടിപ്പിടിക്കുകയും ആ എല്ലാ സത്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ കേവലം എലക്ഷൻ താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥ വന്നപ്പോൾ 5/6/2011 നമ്മുടെ ആസ്ഥാനത്തെ CD ടവറിനെ ഉപയോഗിച്ചുകൊണ്ട് ഗ്രൂപ്പ് യോഗം സംഘടിപ്പിച്ചതിന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ കാരണമെന്ന് വിശേഷിപ്പിക്കാവുന്ന ബഹുമാന്യനായ കരുവള്ളി മുഹമ്മദ് മൗലവി തന്റെ പേനയെടുത്ത് വളരെ കൃത്യമായി ആ യോഗത്തിനെതിരെ വളരെ കൃത്യമായി കേരള നദ്വത്തുൽ മുജാഹിദീന് പരാതി കൊടുക്കുകയായിരുന്നു. മാത്രമല്ല നമ്മുടെ സംസ്ഥാന കൗൺസിലിൽ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരായിരുന്ന ആളുകള് അന്ധവിശ്വാസ ആരോപണം നടത്തുകയും ആ CD അത് റെക്കോർഡ് ചെയ്ത് അത് മടവൂർ വിഭാഗത്തിന് എത്തിച്ചു കൊടുത്തത് അബ്ദുറഹിമാൻ സലഫിയാണ് എന്ന് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനും സംസ്ഥാന കൗൺസിലറും രേഖാമൂലം എഴുതി കൊടുക്കുന്ന അവസ്ഥയും ഷബാബിൽ നമ്മുടെ നേതാക്കന്മാരുടെ ഫോട്ടോ വെച്ച് ഫീച്ചർ പ്രസിദ്ധീകരിച്ചു. ഞങ്ങൾ 2002 പറഞ്ഞ കാര്യം ഇപ്പോൾ നിങ്ങൾ 2012 പറഞ്ഞില്ലേ എന്ന് അവർ നമ്മളോട് ചോദിക്കുകയും ചെയ്തു. ഇവിടെ മുജാഹിദുകൾ വീണ്ടും ഉണർന്നു. ഞങ്ങളുടെ നേതാക്കന്മാർ കളവ് പറയുന്നുവെങ്കിൽ, അവർ ആദർശത്തിനെതിരെ പറയുന്നെങ്കിൽ അവരോടൊപ്പമല്ല ഞങ്ങള്. KM മൗലവി അന്ന് എഴുതി തയ്യാറാക്കിയ ഒരു പ്രതിജ്ഞാവാചകമുണ്ട്. നേതാക്കന്മാർ ദീനിപരമായ കാര്യങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾ അവരനുസരിക്കും. അതുകൊണ്ട് ആദർശത്തിലാണ് ഏറ്റവും വലിയ വിഷയം, അതാണെന്ന് പറഞ്ഞ് ഇസ്ലാഹി കേരളം വ്യതിയാനങ്ങൾക്കെതിരെ ശക്തമായി ശബ്ദിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ പ്രസ്ഥാനത്തിനുള്ളിൽ അപ്പുറത്തും ഇപ്പുറത്തും എന്താണ് വ്യത്യാസമെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ സാധിക്കാത്ത അവസ്ഥ വന്നു. ബഹുമാന്യനായ TP അബ്ദുള്ള കോയ മദനി യാ ഇബാദല്ലാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതുവരെ പറഞ്ഞു? 5 കൊല്ലം മുമ്പ് തന്നെ എനിക്ക് അതിൽ ശിർക്കുണ്ടെന്നറിയാം. അഥവാ അബ്ദുസ്സലാം സുല്ലമിയുടെ വാദമാണ് ശരിയെന്ന് എനിക്ക് 5 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ അറിയാം എന്നൊരു ഖുറാഫി മാസികക്ക് ഇന്റർവ്യൂ കൊടുക്കുന്ന അവസ്ഥയുണ്ടായി. ഇവിടെയാണ് ഐക്യ ചർച്ചകൾ പ്രസക്തമാകുന്നത്. യുവഘടകത്തോട് 2002 ഏൽപ്പിച്ച യുവഘടകത്തോടുള്ള ഏറ്റവും വലിയ വിഷമവും പ്രയാസവും ദേഷ്യവും അതാണല്ലോ. ആ യുവഘടകത്തിന്റെ അടുത്ത് വന്നിരിക്കുന്ന ആ ചർച്ചകൾ, പിന്നെ ഐക്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നു. ഇതുമായി ബന്ധപ്പെട്ട് നന്ദി സംവാദത്തിൽ 5 അംഗ സമിതിയെ കുറിച്ച് പരാമർശിച്ചപ്പോൾ മറുഭാഗത്തുണ്ടായിരുന്ന ബഹുമാന്യനായ പ്രഭാഷകൻ അവിടെ പറയുന്നത് 7 അംഗ സമിതിയെ കുറിച്ചാണ്.
ഏഴംഗ സമിതിയെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്ന രംഗം നിങ്ങളൊന്ന് കാണുക. പിന്നെ ഈ 5 അംഗ സമിതി ഇന്ന് മാത്രം ഉണ്ടാക്കിയതല്ല. 2010 7 അംഗ സമിതി ഉണ്ടായിരുന്നു. അന്ന് അബ്ദുറഹ്മാൻ സലഫിയുടെ ഇടത്തും വലത്തുമായി നിങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അന്ന് ഞങ്ങളുമായി കൂടിയിരിക്കുവാനും ഞങ്ങളുമായി ഐക്യത്തിലാകുവാനും അത് എങ്ങനെയാവണമെന്ന് ചർച്ച ചെയ്യുവാനുമാണല്ലോ 7 അംഗ സമിതിയെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സമയത്ത് ഞങ്ങളിലെ ഈ ഹദീസ് നിഷേധം നിങ്ങൾ കാണാതെ പോയോ? നിങ്ങൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന അതെ, ഈ ഹദീസുമായി ബന്ധപ്പെട്ട വിഷയം ഞങ്ങൾ പറഞ്ഞിരുന്നു. ബഹുമാന്യനായ APIയും TPIയും പ്രസിഡന്റ് ഞങ്ങൾ ചോദിച്ചു, കഴിഞ്ഞ 10 കൊല്ലക്കാലം മടവൂർ വിഭാഗം ആദർശ വ്യതിയാനത്തിലാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ആ വ്യതിയാനങ്ങളിൽ ഏതാണ് സർ തിരുത്തിയത്? നിങ്ങളൊന്ന് പറഞ്ഞു തരണം. മാത്രമല്ല, വ്യതിയാനങ്ങൾ മുന്നോട്ട് പോയി. സംസം വെള്ളത്തിന്റെ ഹദീസ്, ഹജറുൽ അസ്വദുമായി ബന്ധപ്പെട്ട ഹദീസ്, ഈച്ചയുടെ ഹദീസ്, ഈ ഹദീസുകൾ മുഴുവൻ നിഷേധിക്കുകയും ചേകനൂരിനെ നവോത്ഥാന നായകനാക്കി അവതരിപ്പിക്കുന്നിടത്ത് എത്തിയില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ആ രണ്ട് ചർച്ചകളും ISM ആ സന്ദർഭത്തിൽ യോഗത്തിൽ പറഞ്ഞെങ്കിലും ഇസ്ലാഹി കേരളം ഏറ്റെടുത്തു. ബഹുമാന്യനായ TP പറയേണ്ടി വന്നു, മുജാഹിദുകളുടെ മൊത്തത്തിലുള്ള അഭിപ്രായത്തിനെതിരിൽ ഞാൻ നിൽക്കുകയില്ല എന്ന് പറയിപ്പിക്കുന്നിടത്ത് ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അന്നത്തെ 7 അംഗ സമിതിയെ ആദർശപരമായി ഇരുത്തേണ്ടിടത്ത് ഇരുത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ 5 അംഗ സമിതി അങ്ങനെയല്ല എന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ഈ ഐക്യത്തിന്റെ പേര് പറഞ്ഞ സന്ദർഭത്തിൽ ബഹുമാന്യനായ കേരളത്തിൽ മുജാഹിദിന്റെ പേര് ദുരുപയോഗം ചെയ്യുന്ന ആളുകള്, സംഘടനാ പക്ഷപാതികളായ ആളുകൾ, അതിന്റെ സംസ്ഥാന ട്രഷറർ 2ാമത്തെ ഐക്യ ചർച്ചയിൽ ജാമിയ സലഫിയയിൽ വെച്ച് പറഞ്ഞൊരു വർത്തമാനം ഇന്നും അതിൽ പങ്കെടുത്ത ആരെങ്കിലുമൊക്കെ റെക്കോർഡ് ചെയ്തത് പലരുടെയും അടുത്തുണ്ടാകും. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവി എന്നോട് കോഴിക്കോട്ടേക്ക് വരാൻ പറഞ്ഞു. ഞാൻ കോഴിക്കോട്ടേക്ക് വന്നു. എന്നോട് പറഞ്ഞു, ഈ വിഷയത്തിൽ മടവൂർ വിഭാഗവുമായി ബന്ധപ്പെട്ട ഐക്യത്തിന് സലഫിയെ നിങ്ങൾ അനുകൂലമാക്കി തരണം. അങ്ങനെ ഞാൻ സലഫിയുമായി സംസാരിച്ചു. അങ്ങനെ സലഫി അനുകൂലമായി മാറി. ബഹുമാന്യനായ PK പറഞ്ഞതുപോലെ 5 അംഗ സമിതിയിൽ ചിലർ ഈ ഐക്യത്തിനെതിരാണ്. അവർ ഇറങ്ങിപ്പോകാൻ ശ്രമിച്ചു. അപ്പൊ ഇവരൊക്കെ ആദർശത്തിന് വേണ്ടി നിൽക്കുന്നവരല്ലേ? ഇവരുടെ ആദർശ വ്യതിയാനത്തെ എതിർക്കുന്നവരല്ലേ? അല്ല എന്നതിന് ഒരു പണക്കാരൻ പറഞ്ഞാൽ, ജനറൽ സെക്രട്ടറി ഏൽപ്പിച്ചാൽ അത് അനുസരിക്കാവുന്ന തലത്തിലേ ഉള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ഒരു ബോഡിയിലാണ് ട്രഷറർ ആ കാര്യമെന്ന് പറഞ്ഞത്. മാത്രമല്ല, നിർണായകമായ ഐക്യ ചർച്ച നടക്കുന്ന എക്സിക്യൂട്ടീവിൽ വരാതെ നാദാപുരത്തെ കോളേജുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിന് പോയി എക്സിക്യൂട്ടീവിൽ വരാതെ വന്നാൽ പറയേണ്ടി വരുമല്ലോ ഐക്യത്തിന് അനുകൂലമായി. ആ നിലപാട് ഇസ്ലാഹി കേരളം കണ്ടതാണ്. അതുകൊണ്ട് ശിർക്കാരോപണം അവിടുന്നാണ് തുടങ്ങിയിട്ടുള്ളത്, അവിടുന്നാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അതിന്റെ തുടർച്ചയായി നമുക്ക് കാണാൻ കഴിയും. എന്താണോ അബ്ദുസലാം സുല്ലമിക്ക് പിടിപെട്ട രോഗം, ആ രോഗം ചേകനൂരിൽ നിന്നും കിട്ടിയതാണ്. ചേകനൂര് ദുർവ്യാഖ്യാനം ചെയ്ത പരിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായത്തിലെ 175-ാമത്തെ ആയത്ത്, അതിൽ കാണാം, വലാ തഖാഫൂഹും വഹാഫൂനി. അവരെ അഥവാ മുശ്രിക്കുകളെ നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ എന്നെ പേടിച്ചോളൂ, എന്നെ ഭയപ്പെട്ടോളൂ. ഇവിടെ മുശ്രിക്കുകളെ എന്നിടത്ത് പിശാചിനെ ഭയപ്പെടേണ്ടതില്ല എന്നാദ്യം പറഞ്ഞത് ചേകനൂർ മൗലവിയാണ്. പിന്നീട് അബ്ദുസ്സലാം സുല്ലമി അത് പറഞ്ഞു. പിന്നീട് അബ്ദുറഹിമാൻ സലഫി അതേ അർത്ഥം തെറ്റായ അർത്ഥം കൊടുത്ത് ദുർവ്യാഖ്യാനിച്ചു. യുഹവ്വിഫു ഔലിയാഅഹു, ഖുർആൻ പറഞ്ഞു നിങ്ങൾ അവനെ ഭയപ്പെടേണ്ടതില്ല, പിശാചിനെയല്ല നിങ്ങൾ പേടിക്കേണ്ടത്. ഫലാ തഖാഫൂഹും വഖാഫൂനി, എന്നെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത്. ഇന്നമാ ദാലികുമു ശൈത്താനു യുഖവ്വിഫു ഔലിയാഅഹു ഫലാ തഖാഫൂഹും. സൂറത്തു ആലു ഇമ്രാനിലെ 175-ാമത്തെ വചനം. പിശാച് മനുഷ്യനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. അവൻ പേടിപ്പിക്കുന്നത് കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, പേടിക്കേണ്ടതില്ല. നിങ്ങൾ ഭയപ്പെടേണ്ടത് എന്നെയാണ് എന്നത്രേ വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, അവിടെ സംഭവിച്ചത് ഇവിടെയും സംഭവിക്കുകയാണ്. അവിടെ ദുർവ്യാഖ്യാനം ചെയ്ത അതേ ആയത്ത് ഇവിടെയും ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. മാത്രമല്ല, പിശാചുബാധ എന്നത് അന്ധവിശ്വാസമാണെന്നും പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച സ്വഹീഹായ ഹദീസുകൾ പഠിപ്പിച്ച KM മൗലവിയെ പോലെയുള്ള അമാനി മൗലവിയെ പോലെയുള്ള ആളുകൾ വ്യക്തമാക്കിയ പിശാചുബാധ അന്ധവിശ്വാസമാണ് എന്ന് 2012 ഒക്ടോബർ 19 പോലും ശബാബ് എഴുതിയിട്ടുണ്ട്. അതേ വാദം പിന്നീട് നമ്മൾ കാണുന്നു. 2013
മെയ് 10-ാം തീയതി വിചിന്തനത്തിന്റെ അവസാനത്തെ പേജിൽ പിശാചുബാധ തുടങ്ങിയ വികല വിശ്വാസങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ അനുവദിക്കില്ല. 2012 വരെയുള്ള രോഗം 2013 ഇപ്പുറത്തേക്ക് സ്വീകരിച്ചു. ശബാബിന് പകരം നാം വിചിന്തനമുണ്ടാക്കി. വിചിന്തനവും ശബാബായപ്പോൾ നാം ദർശനം തുടങ്ങേണ്ടി വന്നു. അതാണ് യഥാർത്ഥത്തിൽ അവസ്ഥ. അതുകൊണ്ട് വ്യക്തമായി നമ്മളത് മനസ്സിലാക്കുക. പിന്നീട് നമുക്കറിയാം, സിഹറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ AP വിഭാഗക്കാർ മുശ്രിക്കുകൾ, മൗലവി വിഭാഗക്കാർ മുശ്രിക്കുകൾ എന്ന് അബ്ദുസ്സലാം സുലമി പറഞ്ഞെങ്കിൽ ബഹുമാന്യനായ KV അബ്ദുൽ ലത്തീഫ് മൗലവി ഇവിടെ പറഞ്ഞതുപോലെ 2-ാം അധ്യായത്തിലെ 102-ാമത്തെ ആയത്തിൽ ഇല്ലാ ബിഇദ്നില്ല കട്ട് ചെയ്ത് അവതരിപ്പിച്ച് മടവൂർ വിഭാഗത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. അതുപോലെ സിഹർ കൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാൻ കഴിയൂല. ഇത് ഖുർആന്റെ നസ്സാ. അങ്ങനൊക്കെ സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സിഹറോണ്ടൊക്കെ ആളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയാ. ഞാനിപ്പോ കല്ലിക്കടിയിലേക്ക് വന്ന നിങ്ങളൊന്ന് ആലോചിച്ചു. ഒരു സിഹർ വെച്ചാ പോരാ. കടവത്തൂർ ജംഗ്ഷനിൽ എന്റെ വണ്ടി ഇങ്ങോട്ട് തിരിയോ? നദി പോകും തലശ്ശേരിക്ക് തന്നെ വിട്ടൂടല വണ്ടി. ഇനി അത് മാത്രമല്ല, ഒരൊറ്റ സിഹർ ചെയ്തുകൊണ്ടിരുന്ന ആ ബുഷിന് ആ സദ്ദാം ഹുസൈൻ കഴിച്ചില്ല. തൂക്കാൻ വിളിച്ച ടൈമിന് ഒറ്റ സിഹർ. ഏത് സിഹർ അറിയോ? മൊബൈൽ. ഇപ്പൊ ആട്ടം യുഗല്ലേ. അപ്പൊ ഈ ജാതി എന്ത് കാര്യവും ഈ ലോകത്ത് നേടാം. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ സിഹറിനെ സംബന്ധിച്ച് മുൽക്കി സുലൈമാൻ നബിയുടെ രാജാധികാരത്തെ നിലനിന്നിരുന്നത് സിഹർ അടിയിൽ ചെയ്തു വെച്ചത് കൊണ്ടാണ് എന്ന് ഇസ്രായേലിൽ വിശ്വസിച്ചിരുന്നു. ഗണ്ണിച്ചു ഖുർആൻ. എന്ന് മാത്രവുമല്ല, സിഹർ ചെയ്താലോ കാഫറാവും. അതുകൊണ്ട് ഒമാ കാഫറ സുലൈമാൻ നബി കാഫർ ആയിട്ടില്ല എന്ന് ഖുർആൻ ഗണ്ണിച്ചു. ജിന്ന് അഭൗതികമാണ് എന്ന വിശ്വാസം ശിർക്കാണ് എന്ന് 2012 വരെ ഒന്നിച്ചു പറഞ്ഞെങ്കിൽ വിചിന്തനം പറയുകയാണ് ജിന്നും മലക്കും അഭൗതികം തന്നെ എന്ന് ചേകനൂരിനെ ആശയപരമായി സ്വാഗതം ചെയ്യുന്ന അബ്ദുസ്സലാം സുലമിയെ സ്വാഗതം ചെയ്യുന്ന അവസ്ഥ നമ്മൾ കണ്ടു. മാത്രമല്ല, ജിന്നൂരികൾ എന്ന് വിളിച്ചത് 2007 ആലപ്പുഴയിൽ വെച്ച് എന്റെ സുഹൃത്തായിരുന്ന അനസ് മുസ്ലിയാരെയാണ്. കാരണം ജിന്നും സിഹറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഖുർആനും ഹദീസും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രസിദ്ധീകരണങ്ങളും ഉയർത്തിക്കാട്ടിയപ്പോൾ മടവൂർ വിഭാഗത്തിന് മറുപടി ഉണ്ടായില്ല. ദേഷ്യം പിടിച്ച് അവർ വിളിച്ച വിളിയാണ് ജിന്നൂരികൾ. ഈ വിളിയും ഇപ്പോൾ സംഘടനാ പക്ഷപാതികൾ ഏറ്റെടുത്തിരിക്കുന്നു. അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ അവർ AP യെക്കുറിച്ചും TP യെക്കുറിച്ചും KNM കുറിച്ചും എഴുതിയത് ജിന്നുവാദികൾ, ജിന്ന് വിഭാഗം. ഇന്ന് അതേ പദപ്രയോഗം നമുക്ക് വിചിന്തനത്തിൽ കാണാം. വല്ലാത്ത ഒരു സാമ്യത തന്നെ. അതേ വല്ല ഇങ്ങനെയൊക്കെ ഐക്യപ്പെട്ട സ്ഥിതിക്ക് ബഹുമാന്യനായ TP അബ്ദുള്ള കോയ മദനി പറയുന്നു, ഇനി നമുക്ക് ഐക്യപ്പെടാം. നിങ്ങൾ കേൾക്കുക. പക്ഷെ ഒരു കാര്യം, ഈ ആദർശത്തിന്റെ പേരിൽ ഒന്നുമല്ല ഇപ്പോൾ ഇതിനെതിരിലുള്ള ചില കൂട്ടായ്മകൾ വന്നിട്ടുള്ളത്. അവരുടെ മുന്നിൽ ഞാൻ വിനയപൂർവ്വം സംഘടനയുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാൻ സംസാരിക്കട്ടെ. നിങ്ങൾക്ക് സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളാണോ, വ്യക്തിപരമായ എന്തെങ്കിലും എതിർപ്പുകളാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും നടപടികളോട്, എന്തെങ്കിലും സമീപനങ്ങളോട് നിങ്ങൾക്ക് വിരോധമാണോ, എതിർപ്പുണ്ടായിട്ടുണ്ടോ എങ്കിൽ സംഘടനാ നേതൃത്വം നിങ്ങൾക്ക് വേണ്ടി ഏതൊരു സന്ദർഭവും ഉപയോഗിക്കുവാനും ആ സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് കൂട്ടായി പ്രവർത്തിക്കുവാനുമുള്ള അവസരങ്ങൾ യാതൊരു സംശയവും വേണ്ട ഈ സംഘടന നിങ്ങളുടെ മുന്നിൽ വാഗ്ദാനം ചെയ്യുക. ഒരൊറ്റ കുട്ടി വ്യക്തിപരമായി, സംഘടനാപരമായി, അല്ലെങ്കിൽ അധികാരവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സമീപനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ എന്തെങ്കിലും അനുഭവങ്ങൾ, എന്തെങ്കിലും നിങ്ങൾക്ക് വെറുപ്പുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു സംഘടനയാണ്. ആരുടെയും സ്വന്തമല്ല. ആരും ഇത് ഈ ആദർശത്തെക്കാൾ വലിയ നേതൃത്വമൊന്നും ഇതിനില്ല. സാധാരണക്കാരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന നേതൃത്വമാണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ വാക്ക് തരുന്നു. ഈ നമ്മുടെ ആസ്ഥാനത്ത് നിങ്ങൾക്ക് വേണ്ടി ഏതൊരു സന്ദർഭങ്ങളിലും എന്തൊരു അഭിപ്രായ ഭിന്നതയാണെങ്കിലും അതൊക്കെ നമുക്ക് മറക്കാവുന്നത്, നമുക്ക് സംസാരിക്കാവുന്നതാണ്. അതിൽ സംഘടന എത്ര താഴോട്ട് വരണം, എന്ത് വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങണം, ആരധികാരത്തിൽ നിന്ന് പോകണം, ഈ കാര്യങ്ങൾക്കെല്ലാം സംഘടന തയ്യാറാണ് എന്ന് കൂടി ഞാൻ ഇവിടെ പറയട്ടെ. എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ, എന്തെങ്കിലും സമീപനങ്ങളുടെ ഉണ്ടായെങ്കിൽ ഇത് ഞാൻ ഒരു വളരെ വിനീതനായ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലക്ക്, ഇത് നേതൃത്വത്തിലുള്ള പ്രവർത്തകൻ എന്നുള്ള നിലക്ക് പറയാണ്, അങ്ങനെയുള്ള ഒരു വിദ്വേഷവുമായി ഈ മുന്നണിയിൽ നിൽക്കരുത്. ഇത് അപകടകരമായ ഒരു കൂട്ടുകെട്ടാണ്. ശിർക്കിനെ പ്രതിനിധീകരിക്കുന്ന ഒരു കൂട്ടുകെട്ടാണിത്.
വളരെ ഭയാനകമായ ഭവിഷ്യത്തുകൾ ഉണ്ടാകുന്ന ഒരു കൂട്ടുകെട്ടാണ്. ആ ആദർശമുള്ളവരെ നമുക്ക് നിവൃത്തിയില്ല. ആ ആദർശമുള്ളവരെ മാറ്റി നിർത്തുക തന്നെ ചെയ്യും. അതല്ലാത്ത എന്ത് കാരണങ്ങളാണെങ്കിലും സംഘടന അതിനെക്കുറിച്ച് സംസാരിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും നമുക്ക് പരസ്പരം ഒന്നിച്ച് പ്രവർത്തിക്കുവാനുമുള്ള അവസരം ഇൻഷാ അല്ലാഹ് ഈ സംഘടനയുടെ എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇനി വരുന്ന വിശദീകരണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അബ്ദുസ്സലാം സുല്ലമിയുടെ അതേ അഭിപ്രായമാണ് എന്റെ മനസ്സിലും ഉണ്ടായിരുന്നത് എന്ന് പ്രഖ്യാപിച്ച TP 5 അംഗ സമിതിക്ക് രൂപം കൊടുക്കാനുള്ള കാരണം ഇതാണ്. അപ്പോൾ മൗലവി വിഭാഗക്കാർ മുശിരിക്കുൽ എന്ന് പറഞ്ഞതോ കഥയിൽ ചോദ്യമില്ല. ഈ ആഹ്വാനം നടത്തുമ്പോൾ 2 കൈയും നീട്ടി സ്വീകരിക്കുന്നത് ബഹുമാന്യനായ അബ്ദുസ്സലാം സുല്ലമി തന്നെ. സുല്ലമി അത് സ്വീകരിക്കുന്നത് നിങ്ങൾ കാണുക. ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. വൈകിപ്പോയി. എന്തിനാ 10 കൊല്ലം ഇങ്ങനെ കാത്തുനിന്നത്? നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞെടുത്ത് നിന്നാ മതിയായിരുന്നല്ലോ. അഥവാ ഇതൊക്കെ അന്ധവിശ്വാസ ശിർക്കാരോപിച്ചില്ലേ, അവിടുത്തെ അങ്ങ് വന്നാ പോരെ. 10 കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞെടുത്ത് വരേണ്ടിയിരുന്നോ? ഏതായാലും വളരെ നന്നായി എന്ന അർത്ഥത്തിൽ അദ്ദേഹം നമുക്കിനി ഐക്യപ്പെട്ട് പ്രവർത്തിക്കാം എന്ന് അബ്ദുസ്സലാം സുല്ലമി അതിനെ സ്വീകരിക്കാൻ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ 5 അംഗ സമിതിയോട് ഇസ്ലാഹി കേരളത്തിന് അറിയാനുള്ള ഒട്ടേറെ വസ്തുതകളുണ്ട്. മടവൂർ വിഭാഗം എന്തിന്റെ പേരിലായിരുന്നു പിരിഞ്ഞുപോയത്? അവരുടെ ആദർശ വ്യതിയാനങ്ങൾ വ്യക്തമായി ഇവിടെ നിലനിൽക്കെ എന്തിന്റെ പേരിലാണ് ഈ ഐക്യമെന്ന അടിസ്ഥാനപരമായ ചോദ്യം നിലനിൽക്കുമ്പോഴും, സഹോദരങ്ങളെ, ഈ ഐക്യത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും മടവൂർ വിഭാഗം ഒരു കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയും അവർക്ക് തയ്യാറല്ല എന്നതിനാണ് ഈ കഴിഞ്ഞ 8-ാം തീയതി മാർച്ച് 8-ാം തീയതി AP അബ്ദുൽ ഖാദർ മൗലവി ഖുർആനിന്റെ ആയത്തിനെതിരായി പലിശക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണെന്ന് മടവൂർ വിഭാഗത്തിന്റെ പ്രസംഗകൻ മാർച്ച് 8-ാം തീയതിയാണ് പറഞ്ഞത്. നിങ്ങളത് കേൾക്കുക. പറഞ്ഞിട്ട് പലിശ കിട്ടുവാൻ വേണ്ടി ചെർപ്പുളശ്ശേരി പള്ളിയുടെ വിഷയത്തിൽ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഖുർആൻ അംഗീകരിക്കുന്നു പറയാൻ കഴിയുക? അപ്പോ ഖുർആൻ നിഷേധിക്കുന്നവർ നിങ്ങളാണ്. അതുപോലെ ആദർശ വ്യതിയാനം സംഭവിച്ചവരും നിങ്ങൾ തന്നെയാണ്. അപ്പോൾ AP അബ്ദുൽ ഖാദർ മൗലവിക്ക് ഖുർആനിന്റെ ആശയത്തിന് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. ഏത് പള്ളിയെ കുറിച്ചായി പറയുന്നത്? വർഷങ്ങളോളം കേസ് നടത്തി KNMന്റെ കയ്യിൽ വരാനിരിക്കുമ്പോഴാണ് സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഉണ്ണീൻകുട്ടി മൗലവി നമുക്കൊന്നിച്ചു പോകാം എന്ന് പറഞ്ഞ് മടവൂർ വിഭാഗത്തിന്റെ പ്രാദേശിക ലയനത്തിന് നേതൃത്വം നൽകുന്ന, എന്നിട്ട് പോലും ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ പോലും AP അബ്ദുൽ ഖാദർ മൗലവിയെ വിടാൻ, മുജാഹിദുകളെ വിടാൻ ഇവർ തയ്യാറല്ല എന്ന് 8-ാം തീയതി അവർ പ്രഖ്യാപിച്ചു. മാത്രമല്ല, ബഹുമാന്യനായ TP അബ്ദുൽ ഖോയം അതിനെ കുറിച്ച് 8-ാം തീയതി അവർ വ്യക്തമാക്കിയത് നിങ്ങളൊന്ന് കേൾക്കുക. ഇലക്ഷന്റെ പ്രവർത്തനങ്ങൾ സംസ്ഥാന കൗൺസിൽ വരെ പൂർണ്ണമായി. ആ സമയത്ത് മധ്യസ്ഥ കുപ്പായമിട്ട് ഒരാൾ വരുന്നത് പ്രധാനമായിട്ട്, കൂടെ കുറച്ച് ആൾക്കാരുണ്ട്. ആ പ്രധാനപ്പെട്ട ആളാരാ? നിങ്ങൾ കുറെ കാലം കൊണ്ടുവന്ന TP അബ്ദുൽ ഖോയം. അതുവരെ ഈ വിഷയത്തിൽ എവിടെയുമല്ലാത്ത അദ്ദേഹം
ഈ സംഘടനാ തർക്കങ്ങൾക്കിടയിൽ തനിക്കെന്ത് നേട്ടമുണ്ടാകും, തനിക്ക് ഏത് കസേര കിട്ടും എന്ന് മാത്രം അന്വേഷിക്കുന്ന മനുഷ്യൻ മധ്യസ്ഥനായി വന്ന് പ്രസിഡന്റായി മാറിയിരിക്കുന്ന ഒരുപക്ഷെ ചരിത്രത്തിൽ വേറെ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആ വ്യക്തിയാണ് TP അബ്ദുള്ള കോയ മദനി. അപ്പോൾ സഹോദരങ്ങളെ, 5 അംഗ സമിതി നിശ്ചയിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനായ PK പോലെയുള്ള ആളുകൾ ആത്മാർത്ഥമായി അതിനിറങ്ങുമ്പോൾ പല പ്രാദേശിക ലേനങ്ങളും നടക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കഴിഞ്ഞ 8-ാം തീയതി പറയുന്നു, ഈ മനുഷ്യരുണ്ടല്ലോ, ഇയാളെന്ന് പറഞ്ഞാൽ മധ്യസ്ഥ കുപ്പായമിട്ട് വന്ന് പ്രസിഡന്റായ ആളാകുന്നു, കസേരയ്ക്ക് വേണ്ടി കളിക്കുന്ന ആളാകുന്നു എന്ന് ഈ കഴിഞ്ഞ 8-ാം തീയതി പോലും പറഞ്ഞത് സഹോദരങ്ങളെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അപ്പോൾ കൃത്യമായ ചില അജണ്ടകൾ അതിന്റെ ഉള്ളിലുണ്ട് എന്ന് വ്യക്തം. നമുക്കതല്ല വിഷയം. സാന്ദർഭികമായി ഒരു 5 അംഗ സമിതി നിലവിലുള്ളപ്പോൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം ആദർശമാണ്. ബഹുമാന്യനായ അമാനി മൗലവിയുടെ ഉദ്ധരണി ഇവിടെ വായിച്ചു. കേമലിയുടെ ഉദ്ധരണി നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ ഉണ്ടായ വിവാദ വിഷയങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ജൂദായിസമാണ്, ജൂദായിസമാണ് എന്നാണ് നന്ദിയിൽ വെച്ച് പറഞ്ഞത്. ആ രംഗവും കൂടി നിങ്ങളൊന്ന് കാണുക. ജിബുത്ത് എന്ന് പറഞ്ഞാൽ മുഫസ്സിറുകളിൽ അധികം ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ ജിബുത്തിന് അർത്ഥം നൽകിയിട്ടുള്ളത് സിഹർ, മാരണമെന്നാണ്. മാരണത്തിന് ഫലമുണ്ട് എന്ന വിശ്വാസം ജൂതന്റെയും ക്രിസ്ത്യാനിയുടെയും വിശ്വാസമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ സിഹർ ഫലിക്കുമെന്ന് പറഞ്ഞത് ജൂതന്റെ വിശ്വാസമാണ്, ക്രിസ്ത്യാനിയുടെ വിശ്വാസമാണ്. ഇത് മാർച്ച് 8-ാം തീയതിയുള്ള വിഷയാവതരണമാണ് സഹോദരങ്ങളെ. അപ്പോൾ മുജാഹിദുകൾ അവിടുന്ന് ചോദിച്ചു, നമ്മുടെ ഭാഗത്ത് ചോദിച്ചു, അമാനി മൗലവി ജൂതനാണോ? ഉമർ മൗലവിയുടെ പരിഭാഷ ഉയർത്തിപ്പിടിച്ചാൽ ചോദിച്ചു, ഉമർ മൗലവി ജൂതനാണോ? അതേപോലെ അലവി മൗലവി ജൂതനാണോ? നാം ചോദിച്ചു. കഴിഞ്ഞുപോയ മഹാന്മാരായ പണ്ഡിതന്മാർ ജൂതന്മാരാണോ ചോദിച്ചു. അപ്പോൾ സഹോദരങ്ങളെ, ഇതാണ് വിഷയം. ഇപ്പോൾ മുജാഹിദുകൾക്ക് വ്യക്തമായി എന്താണ് സംഭവിച്ചത്. അപ്പുറത്തും ഇപ്പുറത്തും ഒരേ കാര്യം. പക്ഷേ ആത്മാർത്ഥമായി ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരോടുമായി പറയട്ടെ, ഈ കൊച്ചു കൂട്ടായ്മ, ഈ ആദർശ വ്യതിയാനങ്ങളുടെ സംഗമം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നമ്മൾ നമ്മളോട് എല്ലാവരോടുമായി ചോദിക്കുന്നു, ഈ യഥാർത്ഥ മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ആരെങ്കിലും ഒരു ഖുർആൻ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തത് കാണിച്ചു തരാനാവുമോ? ഒരു ഹദീസ് സന്ദർഭത്തെ അടർത്തിയെടുത്ത് ഉപയോഗിച്ചത് കാണിച്ചു തരാനാകുമോ? കാണിച്ചാൽ അപ്പോൾ തിരുത്തും. അതാണ് നമ്മുടെ പ്രത്യേകത. ഒരായത്ത് അൻആമിലേത് പറഞ്ഞു, അതോടുകൂടി 10 പിരിയത്തത് അവസാനിക്കുകയും ചെയ്തു. പിന്നീട് അത് പറയേണ്ട പൂതിയുണ്ടായിട്ടില്ല. അപ്പോൾ സഹോദരങ്ങളെ, നാം ഹക്കിലാണുള്ളത്. ഈ ഹക്കിനെ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കുക. അതിനാണ് പന്നിപ്പാറയും കോയിച്ചനയും 10 പിരിയവും എല്ലാം ഉണ്ടായിട്ടുള്ളത്. വിശദാംശങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നു. ഞാൻ ഇത്രയും പറഞ്ഞത് വിഷയപ്രധാനമായി കൊണ്ടാണ്. ഇവിടെ സംഭവിച്ചതെന്ത് എന്ന് നമ്മൾ പഠിക്കാൻ തയ്യാറാകണം. വാശിയും ദേഷ്യവും മാറ്റിവെക്കണം. കാരണം ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ ആദ്യം ഓതി വെച്ച ആയത്താണ്. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ. അവരോരോരുത്തരും റബ്ബിന്റെ അടുത്ത് ഏകാഗിയായി വരും. ഇത്തരം ഒരു ഘട്ടം അബ്ദുസ്സലാം സുല്ലമിക്കുണ്ട്, അബ്ദുറഹ്മാൻ സലഫിക്കുണ്ട്, എപിക്കും ടിപിക്കും നമുക്കെല്ലാവർക്കും ഉണ്ട്. അവിടെ നമ്മൾ ഒറ്റക്കേ ഉണ്ടാവുകയുള്ളൂ. അവിടെ രക്ഷപ്പെടാൻ നാം ഹക്കിനോടൊപ്പം നിൽക്കണം. ഇസ്ലാഹി കേരളം അതിന് തയ്യാറെടുക്കുന്നു എന്നതാണ് ഈ കഴിഞ്ഞ സംവാദങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത്.